നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 1 മുതൽ 19 വരെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് ഫെബ്രുവരി മാസത്തിലെ പുതുക്കിയ എക്സാം കലണ്ടർ PSC പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ആ എക്സാം കലണ്ടറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് അതിവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 2022 ഫെബ്രുവരി മാസം 4-ാം തീയതിയിലെ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള OMR പരീക്ഷ ഒഴികെ ഫെബ്രുവരി 1 മുതൽ 19-ാം തീയതി വരെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായിട്ട് നമ്മൾ ഇന്നലെ ഒരു അറിയിപ്പ് കണ്ടതാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാം എന്നും PSC പറഞ്ഞു. അതുപോലെ ഫെബ്രുവരി 4-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരീക്ഷ മാറ്റമില്ലാതെ തന്നെ നടക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ പരീക്ഷകളാണ് മാറ്റിവെച്ചത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫെബ്രുവരി 1-ാം തീയതി നടത്താനിരുന്ന ഓപ്പറേറ്റർ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നടത്താനിരുന്ന പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ ഫെബ്രുവരി 2 ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ്, ഫെബ്രുവരി 3-ന് നടത്താനിരുന്ന ഓപ്പറേറ്റർ ഗ്രേഡ് 3 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ വെൽഫെയർ ഓർഗനൈസർ. 4-ാം തീയതി നടത്താനിരുന്ന വെൽഫെയർ ഓർഗനൈസറിന്റെ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ 4-ാം തീയതി നടത്താനിരിക്കുന്ന ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റിയുടെ പരീക്ഷ മാറ്റിവെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പരീക്ഷയാണ് ഫെബ്രുവരിയിൽ അവർ മാറ്റിവെക്കാത്തതായിട്ടുള്ള പരീക്ഷ. ഫെബ്രുവരി 7-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം മാറ്റിവെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 8-ന് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് മലയാളം മീഡിയം, അതുപോലെ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ഇതൊക്കെ NCA കാറ്റഗറിയാണ്. ഫെബ്രുവരി 9-ന് നടത്താനിരുന്ന പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് സാൻസ്ക്രിത് ഇതും NCA നോട്ടിഫിക്കേഷൻ ആണ്, അതും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ 11-ാം തീയതി നടത്താനിരുന്ന ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിഫറെന്റ് ജില്ലയിലേക്ക് വേണ്ടിയിട്ട് അന്ന് തന്നെ പരീക്ഷയുണ്ടായിരുന്നു, അതും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ളത് 12-ാം തീയതി മുതൽ തുടങ്ങാനിരുന്ന +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. 12-ാം തീയതി പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷയായിരുന്നു. 13-ാം തീയതി ഫയർമാൻ ട്രെയിനി ഫയർ വുമൺ, അതുപോലെ 14-ാം തീയതി ആയുർവേദ തെറാപ്പിസ്റ്റ്, 15-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് NCA നോട്ടിഫിക്കേഷൻ ഇതെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 18-ാം തീയതി നടത്താനിരുന്ന +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ്, അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 19-ാം തീയതി നടത്താനിരുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് ക്ലർക്ക് മെയിൻ എക്സാമിനേഷൻ അതും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ +2 ലെവലിൽ ഏതൊക്കെയാണ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പോലീസ് കോൺസ്റ്റബിൾ CPOയുടെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ. അതുപോലെ 13-ാം തീയതി അത് രണ്ടും 12-ാം തീയതി ആയിരുന്നു. 13-ാം തീയതി നടത്താനിരുന്ന ഫയർമാൻ ട്രെയിനി ഫയർ വുമൺ, 18-ാം തീയതി നടത്താനിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, 19-ാം തീയതി നടത്താനിരുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് ക്ലർക്ക്. ഈ പരീക്ഷകളാണ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ പുതുക്കിയ തീയതി വന്നിട്ടില്ല, പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. 21-ാം തീയതി നടത്താൻ ഉദ്ദേശിക്കുന്ന +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ഓഫീസ് സൂപ്രണ്ടിന്റെ പരീക്ഷ മാറ്റിവെച്ചിട്ടില്ല. 19-ാം തീയതി വരെയുള്ളതേ മാറ്റിവെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നടക്കുന്നതാണ്. 22-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം പരീക്ഷ മാറ്റിവെച്ചിട്ടില്ല. 22-ാം തീയതി തന്നെ നാച്ചുറൽ സയൻസിന്റെ NCA നോട്ടിഫിക്കേഷൻ ഡിഫറെന്റ് കാറ്റഗറീസിന് വേണ്ടിയുള്ള NCA നോട്ടിഫിക്കേഷൻ 22-ാം തീയതി തന്നെയാണ്. 24-ാം തീയതിയുള്ള അഗ്രികൾച്ചർ ഓഫീസറിന്റെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 24-ാം തീയതി അഗ്രികൾച്ചർ ഓഫീസറിന്റെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. 26-ാം തീയതിയുള്ള +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ല, അത് നടക്കും. 28-ാം തീയതി +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ പരീക്ഷയുണ്ട്, അതും മാറ്റിവെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പരീക്ഷകളാണ് മാറ്റിവെച്ചതും മാറ്റിവെക്കാത്തതുമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കലണ്ടർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറെ പേർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഏതൊക്കെ പരീക്ഷകളാണ് മാറ്റിവെച്ചത്, ഏതൊക്കെയാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. പക്ഷെ ഈ പരീക്ഷകൾ ഇനി കോവിഡിന്റെ വ്യാപനം ഏറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് PSC തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്, ബാക്കി പരീക്ഷകളൊക്കെ നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ പഠനത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകരുത്. കാരണം എല്ലാവർക്കും ഒരുപോലെയാണ് പരീക്ഷ മാറ്റിവെക്കുന്നത്, എല്ലാവരുടെയും പ്രിപ്പറേഷൻസും ഒക്കെ ഒരേ രീതിയിലാണ് നടക്കുന്നത്, അതായത് ഒരേ കാലയളവിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ പിന്നിൽ നിൽക്കുന്നവൻ മുന്നോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബാക്കിലോട്ട് പോകരുത്, മടി കാണിക്കാതെ തന്നെ പഠിച്ചോളാം.
അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം.